PMC പദ്ധതി വിവാദത്തിൽ നിയമസഭയിൽ ഏറ്റുമുട്ടി ഭരണപ്രതിപക്ഷങ്ങൾ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന അടിയന്തര പ്രമേയമായ വിഷയം സഭയിൽ ഉന്നയിച്ച് CPI അംഗം പി പ്രസാദ് ചോദിച്ചു. അറബിക്കടലിൽ എടുത്തെറിയും എന്ന് പറഞ്ഞവർ PMCയുടെ വക്താക്കളായെന്നാണ് പി പ്രസാദിന്റെ ആരോപണം. പ്രതിപക്ഷം പറയുന്നത് RSSന്റെ ഒരു പെറ്റ് പ്രോജക്ട് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. 2026 മെയ് 8 നടപ്പിലാക്കിയിട്ടില്ല ഈ കേരളത്തിൽ. നോക്കൂ, അവിടെയാണ് 24 ഏതോ ഒരു കത്ത്, റാണി ജോർജിന്റെ കത്ത് കൊണ്ടുവന്നിട്ട് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കി കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? PMC പദ്ധതി എന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവർ നിർദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കലാണ് സംഘപരിവാറിന്റെ അജണ്ട. അതുകൊണ്ട് തന്നെ 2022 മുതൽ അതിനോട് വ്യക്തമായ വിയോജിപ്പാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ആ അജണ്ടയ്ക്ക് മുന്നിൽ നിർലജ്ജം കീഴടങ്ങാനാണോ UDF സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത് എന്നതാണ് നാടിന് മുന്നിൽ ഉയരുന്ന ചോദ്യം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ വാദങ്ങളെല്ലാം വിഴുങ്ങുകയാണ്. സർ, വല്ലാത്തൊരു ഒത്തുകളി. ഇത് രഹസ്യമായല്ല, ഇതെല്ലാം പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു. LDF സർക്കാർ അതേസമയം കേന്ദ്രത്തിന് അയച്ച കത്തടക്കം വായിച്ചാണ് പ്രതിപക്ഷത്തിന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ മറുപടി. ഇരുട്ടിന്റെ മറവിൽ മുൻ സർക്കാർ കരാർ ഒപ്പിട്ടെന്നും കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ എന്നും മന്ത്രി പറയുന്നു. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. നിങ്ങൾ ഈ വിധം കേരളത്തെ പ്രതിസന്ധിയിലാക്കി, നിങ്ങൾ അതിന്റെ പ്രചാരകരായി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് കഴിഞ്ഞ ഗവൺമെന്റുകൾ ഒരു തുടർച്ചയാണ്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെന്റുകൾ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അന്നൊരു ഉപസമിതിയെ വെച്ചിട്ട് ഈ ഉപസമിതി ഒന്നും ചെയ്തില്ല. മാസങ്ങളോളം യോഗം ചേർന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. RC വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, PMCയിൽ നമ്മൾ പുറത്തുകേട്ട ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ എന്താണ് MOUവിൽ കേന്ദ്രത്തിന് മാത്രമേ 30 ദിവസത്തെ സാവകാശത്തിൽ സംസ്ഥാനങ്ങൾ നോട്ടീസ് നൽകി അത് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ MOUയിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തുകേട്ട ചർച്ചകൾ തന്നെയാണ്. അത് സഭയിൽ കുറച്ചുകൂടി രാഷ്ട്രീയമായി വരുന്നു ഇന്ന്, അല്ലേ ശ്രീത്ത്? ഹാഷ്മി, തീർച്ചയായും PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന വിവാദങ്ങളുടെ ഒരു അവതരണമാണ് സഭാതലത്തിൽ നടന്നത്. ഭരണപ്രതിപക്ഷ കക്ഷികൾ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റുമുട്ടുന്നതാണ് ഇന്ന് റൂൾ 50 നോട്ടീസുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതിയുടെ പ്രചാരകരായി മാറുന്നത് എന്നാണ് പ്രതിപക്ഷത്തു നിന്ന് റൂൾ 50 പ്രകാരമുള്ള നോട്ടീസ് നൽകിയ പി പ്രസാദ് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വോക്കൌട്ട് പ്രസംഗത്തിൽ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോഴൊന്നും പറയുന്നില്ലല്ലോ, എവിടെയാണ് നാക്ക് ഇറങ്ങിപ്പോയെന്ന ചോദ്യം പിണറായി വിജയനും ഉയർത്തി. എന്നാൽ കഴുത്തും കത്തിയും ഒരുപോലെ കേന്ദ്രത്തിന് കയ്യിൽ കൊണ്ടുകൊടുക്കുന്ന സമീപനമാണ് മുൻ സർക്കാർ ചെയ്തതെന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നൽകിയ മറുപടി. പദ്ധതി റദ്ദാക്കാനോ പിന്മാറാനോ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ, അതാണ് ധാരണാപത്രത്തിലൂടെ ഒപ്പുവെച്ച കുരുക്ക് എന്നും ഭരണ സർക്കാർ ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ ഏറ്റുമുട്ടിയതല്ലാതെ എന്തുകൊണ്ട് ധാരണാപത്രത്തിൽ തങ്ങൾ ഒപ്പിട്ടു എന്ന കാര്യം വിശദീകരിക്കാൻ പ്രതിപക്ഷമോ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഭരണപക്ഷമോ തയ്യാറായില്ല എന്നതാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് മുന്നിൽ വ്യക്തമായി തെളിയുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ തുടരുകയാണ്. RSSന്റെ പ്രചാരകരായി സർക്കാർ മാറിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ഈ കുരുക്കിലേക്ക് നയിച്ചത് LDF ആണെന്ന് ഭരണപക്ഷവും ആരോപിക്കുന്നു. ഇതാണിന്ന് സഭയിൽ കണ്ടത്. ഓക്കെ, RC തവണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയ PMCയിലെ ചർച്ചകൾ തുടരുക തന്നെയാണ്. PMCയിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ അവസാനം PMC മാത്രമല്ല, വീര്യം കുറഞ്ഞ മദ്യത്തിലെ നികുതി കുറയ്ക്കുന്ന കാര്യത്തിലടക്കം ഇന്ന് സഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായേക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളായി അതങ്ങനെ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.